അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ വിഷയം ഇബ്നു അറബി തങ്ങൾ തന്നെയാണ്. കാരണം ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാനങ്ങളുടെ മേഖലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇബ്നു അറബി തങ്ങളെയും ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങളെയും അത് സംബന്ധിച്ച് പറഞ്ഞ പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളെയും നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലാണ് ഈ കിതാബ് വായിക്കേണ്ടതുമാണ്, അറിയേണ്ടതുമാണ്. ഏതൊരു വിജ്ഞാനവും അറിവനുസരിച്ച് അമല് ചെയ്തു കഴിഞ്ഞാൽ അറിയാത്ത കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തരും. അപ്പൊ ഇതുവരെ നമുക്ക് കിട്ടാത്ത ഒരു അറിവും തിരിച്ചറിവും ഒക്കെ ഒരു ആത്മീയ ഗുരുവിന്റെ കയ്യിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് തന്റെ ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശത്തിലൂടെ അതെല്ലാം ഒരു അമലാക്കി ഉള്ളിലേക്ക് ഇറക്കി കൊണ്ടുപോയാല് അറിയാത്ത കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു വായിക്കാത്ത ഗ്രന്ഥങ്ങളില്ല എന്ന് ചരിത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നത്. തന്റെ ലഭ്യമാകുന്ന എല്ലാ മദ്ഹബുകളിലുള്ള വിജ്ഞാനങ്ങൾ വായിച്ച ആളാണ് ഇബ്നു ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. ആ ഖുതുബ് ഷഅറാനി പോലും ഈ ഇൽമുകൾ അനുസരിച്ച് ഒരു ശൈഖില്ലാതെ സ്വന്തം നഫ്സിനോട് സമരത്തിലിറങ്ങിയപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ആള് പഴച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കരുത്, അദ്ദേഹം തോന്നിയതുപോലെ ഇൽമുകൾ പറഞ്ഞ ആളാണ് എന്നൊക്കെ പറയുന്നതും പറഞ്ഞതുമായ സംഭവങ്ങൾ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമാണ്. അതനുസരിച്ച് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനെ ലോകത്ത് ഏത് രീതിക്കാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും എന്നല്ല ലോകത്ത് അറിയപ്പെട്ട മുഴുവൻ പണ്ഡിതന്മാരും കണ്ടത്. എന്നാ സത്യത്തിൽ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഓരോ കാലഘട്ടത്തിലും അവരുടെ ഔലിയാക്കൾ മറച്ചുവെച്ച വിജ്ഞാനങ്ങളെ പരസ്യപ്പെടുത്തിയ ആളാണ്. അദ്ദേഹത്തിലൂടെ പരസ്യപ്പെടും എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് വായിക്കുന്ന ഒരാൾക്ക്, സൂഫിയാക്കളുടെ സാങ്കേതികപരമായ പ്രയോഗങ്ങൾ ഒരു ആത്മീയ ഗുരുവിലൂടെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് ആ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ എന്തായാലും ഇത് പഴച്ചതാണ്, വികലമായ ആശയമാണ്, വികൃതമായ വാദങ്ങളാണ് എന്നൊക്കെ തോന്നിപ്പോകും. അതുകൊണ്ടാണ് ലോകത്തറിയപ്പെട്ട ഇമാം ഖുതുബ് ഷഅറാനിയെ പോലത്തെ മഹാരഥന്മാർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ വിശദീകരിച്ചു കൊടുക്കാനും അദ്ദേഹത്തിന്റെ വിജ്ഞാനങ്ങളെ തെറ്റിദ്ധരിക്കരുത്, അതനുസരിച്ച് അദ്ദേഹം പഴച്ച ആളാണ് എന്ന് പറയരുത് എന്നൊക്കെ പറയാനുണ്ടായ കാരണം. അതിന് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു നിരവധി സംഭവങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വിഷയമാണ് മഹാനായ ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, വഅമ്മാ ഖുതുബുഹു റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ ഫഹിയൽ ബിഹാറു സാഹിറു, അത് തിരമാലകളാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സമുദ്രങ്ങളാണ്. തിരമാലകളാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സമുദ്രങ്ങളാണ്. അല്ലത്തി മാ വലഅൽ വാഖിഊന മിസ്ലഹാ,
ഗ്രന്ഥരചന നടത്തിയവരാരും അതിന് സമാനമായ ഒരു ഗ്രന്ഥങ്ങളും രചിച്ചിട്ടില്ല. ഈ സംഭവം പറയുന്നത് അൽ ഖാമൂസ് എന്ന് പറയുന്നത് ലുഗത്തില് ഭാഷാശാസ്ത്രത്തില് ഗ്രന്ഥം രചിച്ച അൽ ഖാമൂസിന്റെ രചയിതാവായ അഷേഖ് മജുദ്ദീനുൽ ഫൈറൂസാബാദി റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് പറയാ വമിൻ ഖസാഇസിഹ, ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകതകളിൽ പെട്ടതാണ് മാ വാളബ അഹദുൻ അലാ മുതാലഅതിഹ, ഒരാൾ സ്ഥിരമായി ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അവരുടെ അനുഭവം അവർ പങ്കുവെക്കുന്നതാണ്. നമ്മളിത് വായിക്കാത്തോണ്ടും അറിയാത്തോണ്ടും നമ്മളിതൊന്ന് മാറ്റി നിർത്തിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരാത്തത്. മഹാനവറുകൾ പറയാം മാ വാളബ അഹദുൻ അലാ മുതാലഅതിഹ, ഒരാൾ ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ സ്ഥിരമായി വായിച്ചാൽ ഇല്ലാ വതസദ്ദറ ലിഹല്ലിൽ മുശ്കിലാത്തി ഫിദ്ദീനി വമുഅ്ദലാത്തി മസായിലിഹാ, മതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രയാസകരമായ വിഷയങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളാണ് ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ. നമുക്ക് പല ആശങ്കകളും പല സംശയങ്ങളുമാണ് മതത്തിന്റെ വിഷയത്തിൽ തന്നെ. ഈ മതത്തിന്റെ വിഷയത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ, ഹല്ലുൽ മുഷ്കിലാത്ത്, അതൊക്കെ കെട്ടയച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. മുഅ്ദലാത്തി മസായിലിഹ, അതുപോലെ തന്നെ മതത്തിലുള്ള പ്രയാസകരമായതായ വിഷയങ്ങൾ, മസലകൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥം സ്ഥിരമായി വായിച്ചാൽ എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ കഴിയും. വഹാദ ശഅ്നു, ഇത്തരം ഒരു പ്രത്യേകത ലാ യൂജദു ഫീ കുതുബി ഗൈരിഹി അഹദ, മറ്റൊരാളുടെ ഗ്രന്ഥങ്ങളിലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് ഇബ്നു ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഫൈറൂസാബാദിന്റെ കലാം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട്. കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാന ലോകം ലോകത്ത് പരിചയപ്പെടേണ്ടത് തന്നെയാണെന്ന് പറയാനുള്ള കാരണം. ഏതൊരു വിഷയത്തിലും മഹാനവറുകൾക്ക് പുതിയതായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ശരീഅത്തിന് അനുകൂലമായ, കിതാബിന് അനുകൂലമായ, കിതാബിന്റെയും ശരീഅത്തിന്റെയും സുന്നത്തിന്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് മഹാനവറുകൾക്കുണ്ടായിരുന്നു. അത് കിതാബ് സുന്നത്തിനെതിരല്ല എന്നും പറയുമായിരുന്നു. കണ്ടോ? അപ്പോൾ സംശയം, അമ്മാ ഖൗലു ബഅദിൽ മുൻകിരീന, ചില നിഷേധികളായ ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന കുതുബസ് ശൈഖി ലാ തഹില്ലു ഖിറാഅതുഹാ വലാ ഇഖ്റാഉഹാ, ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥം വായിക്കാനും പാടില്ല, മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കുഫ്റുൻ, അത് കുഫ്റാൻ. ഞാനിപ്പോ ഇബ്നു അറബി തങ്ങളുടെ വിഷയം പറഞ്ഞ ഫേസ്ബുക്ക് പേജിന്റെ ഒരു കമാൻഡിൽ കണ്ടു, ഒരാള് എഴുതി വെച്ചിട്ടുണ്ട്, ഇബ്നു അറബി തങ്ങള് പേച്ചാളാണ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥം വായിക്കരുത് എന്ന് പിന്നെ മുറ്റിച്ചൂര് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട്. അത് അദ്ദേഹത്തിന് വായിച്ചു കഴിഞ്ഞാൽ സ്വന്തമായി ശൈഖൊന്നും ഉണ്ടാവില്ല, അല്പം അദ്ദേഹത്തിന് ചിലപ്പോൾ എന്ത് ചെയ്യുക, വായിച്ചു കഴിഞ്ഞാൽ അത് പ്രയാസകരമാകും എന്നുള്ളത് കൊണ്ടായിരിക്കും. അല്ലെ, ഇബ്നു അറബി തങ്ങൾ പേച്ചതാണെന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു നിര പണ്ഡിതന്മാരെ ദീനിൽ നിന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി നിർത്തേണ്ടി വരും. അത്രത്തോളം മഹാരഥന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, മഹാനവറുകളെയും മഹാനവറുകളുടെ ഗ്രന്ഥങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്, പുകഴ്ത്തി പാടുകയും പറയുകയും അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ ഉദ്ധരണി ഗ്രന്ഥങ്ങളിലുള്ള വിഷയങ്ങൾ എടുത്തുദ്ധരിക്കുകയും ചെയ്യണം എന്ന് കർക്കശമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. അതാണ് ചില നിഷേധികൾ പറയാറുണ്ട്, ഇന്ന കുതുബ ശൈഖി ലാ തഹില്ലു ഖിറാഅതുഹാ വലാ ഇഖ്റാഉഹാ, ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിക്കാനും പാടില്ല, അത് വായിച്ചു കൊടുക്കാനും പാടില്ല മറ്റൊരാൾക്ക്. ഫകുഫ്റുൻ, അത് കുഫറാണ്. എന്ത് ചെയ്ത് അങ്ങനെ പറഞ്ഞ ആളുകളുടെ വാക്കിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഫകുഫ്റുൻ, അത് തനി നിഷേധമാണ് കേട്ടോ, തനി പക്ഷപാതമാണ്. ഒരിക്കലും അത് പറയാൻ പാടില്ല. ദീനിന്റെ ആഴങ്ങളിലുള്ള വിശാലമായ അറിവുകളെ മറച്ചു വെക്കാനുള്ള ഗൂഢമായ തന്ത്രമായിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, എന്താ, വഖദ് ഖദ്ദമൂ ഇലയ്യ മറത്തൻ സുആലൻ, എന്നിലേക്ക് ഒരിക്കൽ ഒരു പറ്റം ആളുകൾ എന്ത് ചെയ്തു, ഒരു ചോദ്യം സമർപ്പിച്ചു. സൂറത്തുഹു, അതിന്റെ രൂപം ഇപ്രകാരമാണ്. എന്നിലേക്ക് എഴുതിയതായ ചോദ്യത്തിന്റെ രൂപം എന്താ, മാ തഖൂലു ഫിൽ കുതുബിൽ മൻസൂബത്തി ഇല ശൈഖ് മുഹിയുദ്ദീൻ ഇബ്നു അറബി, മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തപ്പെടുന്നതായ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
കൽ ഫുസൂസി ഫുസൂസുൽ ഹിക്കം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുമതിയോടുകൂടെ മാത്രം എഴുതപ്പെട്ട ഗ്രന്ഥം, അതാണ് ഫുസൂസ്. അതിന് തന്നെ 30ഓളം പണ്ഡിതന്മാർ ഏകദേശം എന്റെ അറിവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വ്യാഖ്യാനം എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് ഫുസൂസുൽ ഹിക്കമിന്. അതുപോലെ ഫുത്തുഹാത്ത്, ഇബ്നു അറബി തങ്ങളുടെ ഫുത്തുഹാത്ത് പോലോത്ത ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യുക, ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊരു ചോദ്യം വന്നു. അൽ യഹില്ലു ഖിറാഅതുഹാ വ ഇഖ്റാഉഹാ, അതിനെ വായിക്കാനും മറ്റാൾക്ക് വായിച്ചു കൊടുക്കാനും പറ്റുമോ? വഹൽ ഹിയ മിനൽ കുതുബിൽ മസ്മൂഅത്തിൽ മഖ്റൂഅ, അത് കേട്ടു പഠിക്കാനും വായിച്ചു പഠിക്കാനും പറ്റിയ ഗ്രന്ഥമാണോ? അംല, ഗ്രന്ഥമല്ലേ. അത് കേട്ടു പഠിക്കാൻ പറ്റുമോ, വായിച്ചു പഠിക്കാൻ പറ്റുമോ? ഇങ്ങനൊരു ചോദ്യം എന്റെ മുന്നിലേക്ക് വന്നപ്പോൾ ഫഅജബതു, ഞാൻ മറുപടിയായി കൊടുത്തത് നഅം ഹിയ മിനൽ കുതുബിൽ മസ്മൂഅത്തിൽ മഖ്റൂഅ, അത് വായിച്ചു പഠിക്കാനും കേട്ടു പഠിക്കാനും പറ്റുന്ന ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ് ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥം. എന്നിട്ട് മഹാനവറുകൾ പറയാ, ഇമാം ഫൈറൂസബാദി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിനെ എടുത്ത് ബഹുമാനപ്പെട്ട ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കാണ്. വഖദ് ഖറഅഹാ അലൈഹി അൽ ഹാഫിദുൽ ബർസലി വഗൈറുഹു, ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ മുഴുവനും ഇബ്നു അറബി തങ്ങളിലേക്ക് ഓതിക്കൊടുത്തു, വായിച്ചു കൊടുത്തിട്ടുണ്ട് അൽ ഹാഫിദുൽ ബർസലി വഗൈറുഹു. ആ കാലത്ത് അറിയപ്പെട്ട ഹാഫിദുൽ ബർസലിയും അതല്ലാത്ത ഒരു പറ്റം പണ്ഡിതന്മാർ ഈ ഗ്രന്ഥം ഇബ്നു അറബി തങ്ങൾക്ക് എന്ത് ചെയ്തു, വായിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇബ്നു അറബി തങ്ങൾ എന്ത് ചെയ്തു, അതിനെ അംഗീകരിച്ചു. ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് വായിക്കേണ്ട ഗ്രന്ഥമാണ്. മാത്രമല്ല വറഅയ്തു ഇജാസതഹു ബിഖത്തി ശൈഖ് മുഈദ്ദീൻ അലാ ഹവാഷിൽ ഫുതുഹാത്തിൽ മക്കിയ ബിമദീനത്തി കൂനിയ, കൂനിയ എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ച് ഫുതുഹാത്തിൽ മക്കിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എനിക്ക് കിട്ടി. ആ ഫുതുഹാത്തിൽ മക്കിയന്റെ സൈഡിൽ ഇബ്നു അറബി തങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യുക, എല്ലാ ഇജാസത്ത്, ഇതെല്ലാവർക്കും എന്ത് ചെയ്യണം, വായിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇജാസത്ത് കൊടുത്തിട്ടുണ്ട്. വായിച്ചു വിചാരിച്ച് പഴക്കൂലാന്ന് മനസ്സിലായോ? വായിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യൂല, പഴക്കൂല. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നമ്മളുടെ മനസ്സിൽ ആദ്യം ഈ ഗ്രന്ഥം വായിക്കുന്നതിന് മുമ്പ് ഉറപ്പിക്കേണ്ട ഒരു സംഗതിയുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, എന്താ, അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അന്ധമായ അനുകരണത്തിലൂടെ മാത്രം ഉണ്ടായിത്തീർന്നതാണ് എന്റെ വിജ്ഞാനങ്ങൾ മുഴുവനും. ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന മതനിയമങ്ങൾ എതിരല്ല കേട്ടോ. അപ്പൊ മതനിയമങ്ങൾ പരിപൂർണമായിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത് എതിരാണെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. പരിപൂർണമായി അറിയാത്ത ഒരാളാണ് ഇത് വായിക്കുന്നതെങ്കിൽ, നിഷ്പക്ഷമതിയാണെങ്കിൽ അവൻ ചിന്തിക്കേണ്ടത് എന്താണ്, അവർ അത്രയും വലിയ മഹാന്മാരാണ്. അവർ ഖുർആൻ സുന്നത്തിനെതിരായിട്ട് എന്ത് ചെയ്യൂല, പ്രവർത്തിക്കൂല. അതുകൊണ്ട് തന്നെ ഈ അറിവുകൾ എനിക്ക് വലിയ കാഴ്ചപ്പാടുകളും വലിയ ചിന്തകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇനി നൽകുന്നുണ്ട്. ഇനി ആഴത്തിലുള്ള ഒരു അറിവില്ല. കിതാബ് സുന്നത്തിന്റെ ഒരു മദ്ഹബിന്റെ കുറച്ച് ഭാഗമേ നിനക്ക് അറിയുന്നുള്ളൂ. ഈ ഗ്രന്ഥം വായിച്ചപ്പോ അതിന് എതിരായിട്ടാണ് തോന്നുന്നതെങ്കിൽ അപ്പൊ നീ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കേണ്ടത് എന്താ, നമ്മൾ അതിനെ എതിർക്കുന്നില്ല, ആ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പക്ഷെ നമുക്ക് കിട്ടിയ 4 മദ്ഹബിനെ, വിശാലമായ ഇസ്ലാമിനെ ചുരുക്കിയിട്ട് 4 മദ്ഹബാക്കി. ആ 4 മദ്ഹബിൽ നിന്നിട്ട് എന്ത് ചെയ്തു, ഒരു മദ്ഹബാക്കി. ആ മദ്ഹബിൽ നിന്ന് വളരെ കുറഞ്ഞ അറിവ് ലഭിച്ച ഞാൻ ഈ അറിവനുസരിച്ച് ജീവിച്ചോളാം എന്ന ചിന്താഗതിയിലാണ് പോണങ്ങ. അങ്ങനെ പോയിക്കോളി. പക്ഷേ നിങ്ങൾ പഠിച്ച അറിവ് മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നിടത്താണ് എന്ത് പ്രശ്നം വരുന്നത്. അതിനെ അംഗീകരിക്കാൻ പറ്റുന്നവർ അംഗീകരിക്കുക, എതിർക്കുന്നവര് അല്ലെ പിന്നെ എതിർക്കാതെ മഹാരഥന്മാരുടെ വചനങ്ങളാണല്ലോ എന്ന് പറഞ്ഞിട്ട് മഹാന്മാർക്കെതിരെ തിരിയാതിരിക്കുക. ഇതാണ് നിഷ്പക്ഷമായി ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? അതുകൊണ്ടാണ് മഹാനവറുകൾ എന്ത് ചെയ്യുക, അങ്ങനെ ഈ ഇജാസത്ത് ഇബ്നു അറബി തങ്ങൾ ഇത് വായിക്കുകയും മറ്റൊരാൾക്ക് എന്ത് ചെയ്യുക, കേൾപ്പിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഇജാസത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അതുപോലെ തന്നെ തലമുറകളായി കൈമാറി വന്ന ആലിമീങ്ങളുടെയും മുഹദ്ദിസീങ്ങളുടെയും എഴുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. തലമുറകളായി കൈമാറി വന്ന, ഈ അടുത്ത കാലത്തല്ലേ ഇപ്പൊ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞത്.
മുമ്പ് തലമുറ ഇബ്നു അറബി തങ്ങളുടെ ജീവിതകാലം മുതൽ തന്നെ ഇത് ഈ ഗ്രന്ഥം രചിച്ചത് മുതൽ തന്നെ, ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത് മുതൽ തന്നെ തലമുറകളായി കൈമാറി വന്നതായ എഴുത്ത്. ഇത് വായിക്കണം, വായിച്ചു കൊടുക്കണം, കേൾപ്പിക്കണം എന്നുള്ള എഴുത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിക്കൽ ഖുർബത്തുൻ ഇലല്ലാഹി തആല, അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു ആരാധനയാണ് എന്ന് മഹാനവറുകൾ എന്ത് ചെയ്യാണ്, പറയാണ്. അതുകൊണ്ട് വമങ്കാല വൈറുദാലിക, ഇതല്ലാത്ത വാദഗതികളുമായി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, വരുന്നുണ്ടെങ്കിൽ, ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥം വായിക്കാൻ പാടില്ല, കേട്ടു പഠിക്കാൻ പാടില്ല, വായിച്ചു പഠിക്കാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഫഹുവ ജാഹിലുൻ, അവൻ പടുവിഡ്ഢിയാണ്, എത്ര വലിയ അറിവുള്ളവനാണെങ്കിലും. കാരണം ഇബ്നു അറബിയെ ദീനിൽ നിന്ന് മാറ്റിയിട്ടുള്ള ഒരു ദീന് വേണ്ട. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ ദീനിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ദീനാണെങ്കിൽ പോയി പണിയൊക്കെ പറയണ്ടേ? ആ മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത് എന്താ, വയക്കൂനു ലഹു ലിസാനി, എന്റെ നാവാണ് അദ്ദേഹത്തിനുള്ളത്, ഈ ലോകത്ത് ഔലിയാക്കൾ മറച്ചു വെച്ച മുഴുവൻ വിജ്ഞാനവും അദ്ദേഹം പരസ്യപ്പെടുത്തും എന്ന് പ്രസവിച്ച കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞതല്ലേ. അപ്പൊ ഔലിയാക്കൾ മറച്ചു വെച്ചതായ വിജ്ഞാനം പോലും പരസ്യപ്പെടുത്തണമെങ്കിൽ ഔലിയാക്കളുടെ വിജ്ഞാനം എന്താണെന്ന് കേവലം അറിയുന്ന ഒരാൾക്ക് മാത്രമല്ലേ ഇപ്പൊ അതിനെ എതിർക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഔലിയാക്കളെ തന്നെ എതിർക്കേണ്ടി വരൂലേ? അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൗരവമായ വിഷയമല്ലേ. അതുകൊണ്ടാണ് മഹാനവറുകൾ പറഞ്ഞത് വമങ്കാല വൈറുദാലിക ഫഹുവ ജാഹിലുൻ, ആരെങ്കിലും എന്ത് ചെയ്യുക, ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ഇതല്ലാത്ത വാദഗതിയുമായിട്ട് ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥം വായിക്കാനും പാടില്ല, കേട്ടുപഠിക്കാനും പാടില്ല, വായിച്ചു പഠിക്കാനും പാടില്ല, വായിച്ചു കൊടുക്കാനും പാടില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഫഹുവ ജാഹിലുൻ, അവൻ പടുവിഡ്ഢിയാണ്. ആരാണെങ്കിലും സായിഉൻ അൻ ത്വരീഖിൽ ഹഖി, ഹക്കിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ ആളാണ്. ഗൗരവമായി ചിന്തിക്കണ്ടേ? അല്ലെങ്കിൽ ഇവരൊക്കെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, വലിച്ചണം. അയാളൊക്കെ തോന്നിയ ദിവസം പറഞ്ഞു അയാളൊക്കെ പോയി പണിയക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള നിലപാടാണോ? എന്നാ ഓക്കെ, ശരി, നമുക്ക് അവരോട് സലാം പറയാം. ജാഹിലൂന ഖാലു സലാമ എന്ന് പറഞ്ഞില്ലേ ഖുർആൻ? ആ രീതിക്ക് സലാം പറഞ്ഞു പോരാ എന്നല്ലാതെ സലാം ഉണ്ട് എന്ന് പറഞ്ഞു പോരാ. എന്നിട്ട് മഹാന്മാർ പറയാണ് ഫലഖദ് കാന ശൈഖു വല്ലാഹി ഫീ സമനിഹി, അല്ലാഹനെ തന്നെയാണ് സത്യം, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ സത്യമിട്ട് പറയുകയാണ്. മഹാനവറുകൾ ആ കാലഘട്ടത്തിൽ സാഹിബുൽ വിലായത്തിൽ ഉളുമ, ഉന്നതമായ വിലായത്തിന്റെ ഉടമയായിരുന്നു. വസിദ്ദീഖിയ്യത്തുൽ കുബ്ര, അതുപോലെ തന്നെ ഉന്നതമായ സിദ്ദീഖിയ്യത്തിന്റെ ഉടമയും ആയിരുന്നു മഹാനവറുകൾ. സിദ്ദീഖിയ്യത്തിലെ അത്യുന്നതമായ സ്ഥാനം, പ്രവാചകൻ നബിമാരുടെ മക്കാമ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മക്കാമാണല്ലോ സിദ്ദീഖിയ്യത്ത് എന്ന് പറയുന്നത്, അല്ലെ? ആ സിദ്ദീഖിയ്യത്തിന്റെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയായിരുന്നു ഫീമാൻ അഅ്തഖിദു. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മളുടെ വിശ്വാസം അങ്ങനെയാണ്, നമ്മളുടെ അനുഭവം അങ്ങനെയാണ്. ഖിലാഫ മാ അലൈഹി ജമാഅത്തും മിൻ മഖ്തഹുമുല്ലാഹ്, അല്ലാഹുവിന്റെ കോപത്തിന് വിധേയരായ ചിലരുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണ് കേട്ടോ ഇത്. ഇതിനെതിരെ പറയുന്നവരൊക്കെ അള്ളാഹുവിന്റെ കോപത്തിന് എന്ത് ചെയ്യുക, വിദൂരമായ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായ ആളുകളാണ്. അവരുടെ നിലപാടിനെതിരാണ് ഞങ്ങൾ ഈ പറയുന്നത്, ഞങ്ങൾ ഒരു പറ്റം ആളുകൾ. അതുകൊണ്ട് തന്നെ ഫഹറമു ഫവായിദഹു, ഇബ്നു അറബി റളിയല്ലാഹു ആ നിലപാട് അവർ സ്വീകരിച്ചതുകൊണ്ട് ഇബ്നു അറബിയിലേക്ക് അടുക്കരുത്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കരുത്, അദ്ദേഹത്തിലേക്ക് എന്ത് ചെയ്യരുത്, പോകരുത്, അദ്ദേഹത്തിന്റെ വിജ്ഞാന മേഖലയിലൂടെ സഞ്ചരിക്കുന്നവരുടെ മാർഗത്തിലേക്ക് പോലും എന്ത് ചെയ്യരുത്, പോകരുത് എന്ന് പറഞ്ഞിട്ട് ഇതിനെ മാറ്റി നിർത്തിയിട്ട്, ഇതിനെ അവഗണിച്ചിട്ട്, ഇതിനെ പഴച്ചതാണ് എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ നിന്ന് ഈ വിജ്ഞാന ലോകത്തിലേക്ക് കടന്നു വരാത്ത ഒരു പറ്റം ആളുകൾ ഉണ്ടായതുകൊണ്ട് അവർ ഫഹറമു ഫവായിദഹു, ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള പ്രയോജനങ്ങളെ നഷ്ടപ്പെടുത്തിയവരാണ്. അത്രയും വലിയ പ്രയോജനം, സമുദ്ര സമാനമായ അറിവ് ലഭിച്ച ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിനെ പോലും ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് പ്രയോജനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് മദ്ഹബ് പോലും പരിപൂർണമായിട്ട് അറിയാത്ത ആലിമീങ്ങൾക്ക് എന്തായാലും പ്രയോജനം ലഭിക്കൂലേ? അപ്പൊ അത് മാറ്റി നിർത്താൻ പാടുണ്ടോ? ഇല്ല. അവര് പിന്നെ ചെയ്ത പരിപാടി എന്താ? ഇബ്നു അറബി തങ്ങളുടെ മാന്യതക്കെതിരെ തെളിവില്ലാത്ത ബുഹ്താനം ബസൂറ, തെളിവില്ലാത്ത ആരോപണവും വ്യാജ വാക്കുകളും അവർ ഉന്നയിച്ചു. പിന്നെ അതല്ലേ അവിടെ മാർഗുള്ളൂ. തെളിവില്ലാത്ത വാദങ്ങള്, വ്യാജ ആരോപണങ്ങള് ഇബ്നു അറബിന്റെ മേലെന്ത് ചെയ്തു, അവർ ഉന്നയിച്ചു. എന്നിട്ട് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്ന ഇൽമു മാത്രം മതി, അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു ഇൽമും വേണ്ട
എന്ന നിലപാട് സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ആക്കി തീർത്തു. അതുകൊണ്ട് ഇബ്നു അറബിയുടെ വിജ്ഞാന ലോകത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം കേട്ടോ എന്ന് മഹാരഥന്മാർ എന്ത് ചെയ്യാണ് പറയാണ്. അതുപോലെ വഹാഷാ ജനാബഹുൽ കരീം, ജനാബഹുൽ കരീം, ആ മഹത്തായ വ്യക്തിത്വം എത്ര പരിശുദ്ധമാണ്. മഹാന്മാർ പറയാ, ഇബ്നു അറബി തങ്ങളെ കുറിച്ചാ പറയുന്നത്. ആ മഹത്തായ പരിശുദ്ധ വ്യക്തിത്വം എത്ര പരിശുദ്ധമാണ്. അയ്യുഖാലിഫ കലാമ നബിയിഹി, അദ്ദേഹം അവരുടെ നബിയിന്റെ കലാമിന് എതിര് പ്രവർത്തിച്ചു എന്നോ. എത്രത്തിൽ അല്ലദീ ഇസ്തഅ്മനഹു അലാ ശർഇഹി, ശരീഅത്ത് ഏൽപ്പിക്കപ്പെട്ട വിശ്വസ്തനായ ദാസനായിരിക്കെ തന്നെ ഇബ്നു അറബി തങ്ങൾ ശരീഅത്ത് ഏൽപ്പിക്കപ്പെട്ട വിശ്വസ്തനായ ദാസനായിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ വചനങ്ങൾ അവരുടെ നബിയായ നബി കൊണ്ടുവന്ന ശരീഅത്തുൽ ഇസ്ലാമിന്റെ വചനങ്ങൾക്ക് എതിര് പ്രവർത്തിച്ചു എന്ന് പറയാൻ പറ്റുമോ? ആ പരിശുദ്ധമായ വ്യക്തിത്വം അതിൽ നിന്നൊക്കെ പരിശുദ്ധമാണ് കേട്ടോ. അതുകൊണ്ട് വമൻ അൻകറ അലൈഹി വഖഅ ഫീ അഖ്തരിൽ ഉമൂർ, ഇബ്നു അറബിയെയും ഇബ്നു അറബിയുടെ ഗ്രന്ഥങ്ങളെയും വിജ്ഞാന ലോകങ്ങളെയും എതിർക്കുകയും നിഷേധിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നവർ വഖഅ ഫീ അഖ്തരിൽ ഉമൂർ, ഗുരുതരമായ പ്രത്യാഘാതങ്ങളിൽ ചെന്ന് ചാടും കേട്ടോ. അങ്ങനെ ചെന്ന് ചാടിയ അനുഭവം ഉണ്ട്. കാരണം ഇത് അള്ളാഹിന്റെ വിജ്ഞാനത്തെയാണ് എതിർക്കുന്നത്. അള്ളാഹുവിനെ കൊടുത്ത വിജ്ഞാനത്തെ എതിർക്കുമ്പോൾ അത് അള്ളാഹുവിനെ എതിർക്കലാണല്ലോ, അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കലാണല്ലോ. അത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, നേരിടേണ്ടി വരും. എത്ര വിശാലമാണ്. ഇനിയുണ്ട്, സമയം അധികരിക്കുന്നത് കൊണ്ട് ഈ വിഷയത്തിൽ കുറെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഇബ്നു അറബി, കാരണം ഇനി എന്തിനാ ഇബ്നു അറബി തങ്ങളെ കുറിച്ച് ഇനി ഒരു വിഷയം എന്ത് ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടൂലല്ലോ. അവസരം കിട്ടുമ്പോഴല്ലേ ഇബ്നു അറബി തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാന ലോകം, ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ വിശദമായി മഹാനവറുകൾ പറയാണ്. വഖദ് റഅയ്തു ഇജാസതൻ ബിഖത്തി ശൈഖി, ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥം, ഇബ്നു അറബി തങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ഇജാസത്ത്, ഒരു അനുമതി പത്രം എനിക്ക് കണ്ടു. കതബഹാലിൽ മലിക്കിൽ ലാഹിരി ബൈബർസ് സാഹിബ് ഹലബ് എന്ന നാട്ടിലെ ഭരണാധികാരിയായ മലിക്കുൽ ലാഹിർ ബൈബർസ് എന്ന് പറയുന്ന രാജാവിനിക്ക് ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ എഴുതിയതായ കത്താണ്. എന്താ? വറഅയ്തു ഫീ ആഖിരിഹാ, അതിന്റെ അവസാനത്തിൽ ഞാൻ കണ്ടു. വഅജസ്തു ലഹു ഐലൻ, എന്റെ ഗ്രന്ഥങ്ങൾ ഞാൻ അദ്ദേഹത്തിന് ഇജാസത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യർവിയ അന്നി ജമീഅ മുഅല്ലിഫാത്തി, ഞാൻ രചിച്ച മുഴുവൻ ഗ്രന്ഥങ്ങളും എന്നിൽ നിന്നിട്ട് എന്ത് ചെയ്തോ, റിവായത്ത് ചെയ്തോ. ഇത് ഇബ്നു അറബി തങ്ങൾ പറഞ്ഞതാണ്, ഇത് ഇബ്നു അറബി തങ്ങൾ എന്ത് എഴുതിയതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞിട്ട്. വമിൻ ജുംലത്തിഹാ കദാ വകദാ, ആ കൂട്ടത്തിൽ ഇന്നാലിന്ന ഗ്രന്ഥങ്ങളൊക്കെ എണ്ണി 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 എന്ത് ചെയ്തിട്ടുണ്ട്. ഹത്താ അബ്ദ, മഹാനവറുകൾ അവസാനം എണ്ണി എണ്ണി പറഞ്ഞു വന്നു. നൈഫം വ അർബഇമിഅത്തി മുഅല്ലിഫ്, 400 ചില്ലാനും ഗ്രന്ഥങ്ങൾ മഹാനവറുകളത്. ഈ ഗ്രന്ഥം ഫുതുഹാത്തുൽ മക്കിയ, ഫുസൂസുൽ ഹിക്മ, തഫ്സീറുൽ കബീർ, തഫ്സീറു സഗീർ, ഇങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ 400 ചില്ലാനും ഗ്രന്ഥങ്ങൾ എനിക്ക് എണ്ണി 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 പറഞ്ഞു എന്നിട്ട് പറഞ്ഞു, ഈ ഗ്രന്ഥങ്ങളൊക്കെ നീ എന്ത് ചെയ്തോ, വായിച്ചോ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇജാസത്ത് തന്നിട്ടുണ്ട്. അതില് മിൻഹാ തഫ്സീറുൽ കബീർ, അതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ടവരുടെ തഫ്സീറുൽ കബീർ. അത് ഫീ 95 ജിൽദ, അത് 95 വാല്യമുണ്ട്. വസല ഫീഹി ഇലാ ഖൗലിഹി തആല വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, സൂറത്തുൽ കഹ്ഫിൽ 65ാമത്തെ ആയത്തായ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, 15 ജുസ്, അതിൽ സൂറത്തുൽ കഹ്ഫിലെ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ ലദുന്നിയായ ഇൽമുകൾ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്ത് വരെ വിശദീകരിച്ച ഗ്രന്ഥം. എന്തൊരു അത്ഭുതമാണ് ഒന്ന് ആലോചിക്കുക. മഹാനവറുകളുടെ ജീവിതം തന്നെ ലദുന്നിയായ ഇൽമാണെന്നല്ലേ ഇതിൽ നിന്നും കിട്ടുന്നത്. ആ ആയത്തെത്തി വിശദീകരണം അവിടെ എത്തിയപ്പോൾ ഫസ്തഫാഹുല്ലാഹു ലിഹദ്റതിഹി, അള്ളാഹു അവരുടെ അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് മഹാനവറുകളെ തെരഞ്ഞെടുത്തു. അവിടുന്ന് വഫാത്താവാണ്. തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന അൽ കഹ്ഫ് വരെയുള്ള ഗ്രന്ഥം 95 വാല്യം മഹാനവറുകൾ എന്ത് ചെയ്തു, വിശദീകരിച്ചു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ 800ഓളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ആ 800ഓളം ഗ്രന്ഥങ്ങളിൽ 95 വാല്യം ഏതാണ്?
ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങളുടെ തഫ്സീറുൽ കബീറ, അതും ഖുർആൻ ഫുള്ളില്ല, 15 ജുസ്, 15ാമത്തെ ജുസ് ആയ അൽ കഹ്ഫിലെ 65ാമത്തെ ആയത്തായ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, മാനവരുടെ ജീവിതം തന്നെ ലദുന്യ ഇൽമയോടെയാണ് കേട്ടോ എന്ന് പഠിപ്പിക്കുന്ന ആ ആയത്ത്. ആയത്തുകളുടെ വിശദീകരണമൊക്കെ കിബിരിത്തുൽ അഹ്മറിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ വരുന്നുണ്ട്, നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. അതുപോലെ എനിക്ക് ഇജാസത്ത് തന്നതിലെ തഫ്സീർ സഗീർ ഉണ്ട്, പിന്നെ ഒരു ചെറിയ തഫ്സീർ, നേരത്തെ വലിയ തഫ്സീറാ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം, അത് ഫി സമാനിയത്തി അസ്വാരിൻ, അതോ 8 വാള്യങ്ങളുള്ള ഗ്രന്ഥമാണത്, അതും എനിക്ക് ഇജാസത്തായി തന്നിട്ടുണ്ട്. അലാ തുരീഖത്തിൽ മുഹഖ്ഖിഖീനൽ മുഫസ്സിരീന, ആഴത്തിലുള്ള ഗവേഷണവും പരിശോധനയും നടത്തുന്ന പ്രമുഖരായ മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ രീതിയിലാണ് ആ തഫ്സീറു സഗീർ എന്ന് പറയുന്ന ചെറിയ ഗ്രന്ഥം, 8 വാള്യമുള്ള ഗ്രന്ഥം എന്ത് ചെയ്തിട്ടുള്ളത്, മഹാനവറുകൾ രചിച്ചിട്ടുള്ളത്. വമിൻഹാ കിതാബ് റിയാദുൽ ഫിർദൗസിയ്യ ഫീ ബയാനിൽ അഹദീസിൽ ഖുദ്സിയ്യ, ഖുദ്സിയായ ഹദീസുകളെ വ്യാഖ്യാനിക്കുന്ന വിശദീകരിക്കുന്ന ഗ്രന്ഥം. ഖുദ്സിയായ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നത്, ഖുദ്സിയ ഹദീസ് എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതാണ്, അല്ലേ? എന്ത് ചെയ്യുക, ആശയം അള്ളാഹുവിന്റെയും പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതുമാണ്. ആ ഹദീസ് ഒന്ന് ആലോചിച്ച് നോക്കി. ഫഹൽ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഖൂല, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു മുസ്ലിമായ മനുഷ്യന്, മുസ്ലിമായി പിറന്ന ഒരു മനുഷ്യന് അനുവദനീയമാണോ എന്ത് പറയൽ, ലാ യജൂസു മുതാലഅത്തു കുതുബി ശൈഖ് മുഹിയുദ്ദീൻ മുത്ലഖ, നിരൂപാധികം കാടർച്ച് വെടിവെക്കുക ശൈഖ് ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിക്കല് അനുവദനീയമല്ല കേട്ടോ. വേണമെങ്കിൽ സൂഫിയാക്കളുടെ ഇസ്തിലാഹ് അറിയാത്ത ഒരാൾ വായിക്കാൻ പാടില്ല എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. ഏറ്റവും ചുരുങ്ങിയത് ഇത് നിരൂപാധികം അദ്ദേഹം വെച്ചതാണ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊന്നും വായിക്കാൻ പാടില്ല. സൂഫിയാക്കളുടെ നമ്മളുടെ ത്വരീഖത്തിൽ കടക്കാത്ത, അല്ലെങ്കിൽ നമ്മളുടെ ഇസ്തിലാഹ് അറിയാത്ത, സാങ്കേതിക പ്രയോഗങ്ങൾ അറിയാത്ത ആളുകൾ നമ്മളുടെ ഗ്രന്ഥങ്ങൾ വായിക്കൽ ഹറാമാണ്, പാടില്ല എന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ പേച്ചു പോകുന്നു വിചാരിച്ചിട്ടാ? ഇസ്തിലാഹത്ത് എന്ന് പറഞ്ഞ ഒരു സംഗതി എന്ത് ചെയ്യുക, തിബ്ബുർ റൂഹാനി എന്ന് പറഞ്ഞാൽ സൂഫിയാക്കൾ പറഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നഫ്സുർ റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലത്തെ പ്രയോഗങ്ങൾക്ക് ഉണ്ടാവും. അത് പദത്തിന്റെ അർത്ഥം വെച്ചാൽ ചിലപ്പം പേച്ചു പോകും. അതുകൊണ്ട് അതിൽ അവർ ഇസ്തിലാഹ് വെച്ചിട്ടുണ്ടാവും. അത് ഏതൊരാൾക്കും ഇസ്തിലാഹില്ലേ? സ്വലാത്ത് എന്ന് പറയുന്നത് ഭാഷാർത്ഥം ദുആ ആണ്, ആ അർത്ഥമാണ് ഫിഖ്ഹിൽ വെക്കുന്ന പ്രശ്നമല്ലേ? പക്ഷെ ഫിഖ്ഹിൽ ഒരു ഇസ്തിലാഹ് ഉണ്ട്, എന്താ? നിയ്യത്ത് കൊണ്ട് തുടങ്ങി, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി, അതുപോലെ തന്നെ പിന്നെ സലാം കൊണ്ട് അവസാനിച്ച് ചില വാക്കുകളും പ്രവൃത്തികളും. ഇത് സ്വലാത്തില് ഫിഖ്ഹിൽ പറയുന്ന ഒരു ഇസ്തിലാഹാണ്. സലാത്ത് സൂഫിസത്തിലേക്ക് വന്നാലോ അവിടെ അർത്ഥം മാറും. അങ്ങനെ ഓരോരുത്തർക്കും ഒരേ ഇസ്തിലാഹില്ലേ? ആ സൂഫിയാക്കളുടെ ഇസ്തിലാഹ് അറിയാത്ത ഒരാൾ അത് വായിക്കൽ ഹറാമാണെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതങ്ങനല്ല, ആരും വായിക്കരുത്, ഒരാളും തുടരുത്, അത് എതിർക്കണം, വായിക്കാനേ പാടില്ല, മറ്റേതാക്കണം മറിച്ചതാക്കണം, ഈ രീതിക്കല്ല ഇപ്പൊ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു മുസ്ലിമിന് അനുവദനീയമാണോ അല്ല അയ്യക്കൂല പറയാൻ, ലാ യജൂസു മുതാലഅത്തു ശൈഖ് മുഹിയുദ്ദീൻ മുത്തലക്കൻ നിരൂപാധികം ശൈഖ് മുഹിയുദ്ദീൻ ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിക്കൽ അനുവദനീയമല്ല എന്ന് പറയാൻ അനുവദനീയമാണോ? മാദാക ഇല്ലാ കുഫ്റുൻ, അത് തനിച്ച കുഫ്രിയത്താണ്. വ തഅസ്സുബുൻ, തനിച്ച പക്ഷപാതത്വമാണ്. വ ഇനാദുൻ, പിടിവാശിയാണ്. പിടിവാശിയാണ്, അത് പിടിവാശി മാത്രമാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആര് പറഞ്ഞാലും ഇത് അതിലും വലിയ കൽപ്പുത്ത പണ്ഡിതന്മാര്, ഇവരെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു പണ്ഡിതന്മാരൊന്നും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല, അതുറപ്പാ. ഇമാം ഷെഹറാനിയെ പോലത്തെ പണ്ഡിതന്മാരോട് കണ്ടുപിടിക്കാൻ പറ്റിയ ആലിമീങ്ങളൊന്നുണ്ടോ? അതുകൊണ്ട് ഇബ്നു അറബിയെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരു മുസ്ലിമിന് അവകാശമില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തനിച്ച കുഫ്രിയത്തും തനിച്ച പക്ഷപാതിത്വവുമാണ്. തന്നിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുമെന്നുള്ള പേടിയായിരിക്കാം. മനസ്സിലായ? ഇനാദുൻ, അതുപോലെ പിടിവാശിയുമാണ് എന്ന് മഹാനവറുകൾ എന്ത് ചെയ്യാണ്, പറയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ഹമവി എന്ന് പറയുന്ന മഹാൻ, ലോകത്തറിയപ്പെട്ട ആ കാലഘട്ടത്തിലെ ഷാമിലെ ഉലമാക്കളിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. മഹാനവറുകൾ ലമ്മാ റജഅ മിന ശാമി ഇലാ ബലദിഹി, അദ്ദേഹം ഷാമിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, കൈഫ വജത്ത ശൈഖ് മുഹിയുദ്ദീൻ, മുഹിയുദ്ദീൻ ഇബ്നു അറബി തങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വജത്തുഹു ഫിൽ ഇൽമി വസ്സുഹദി വൽ മആരിഫി, അദ്ദേഹത്തെ വിജ്ഞാനങ്ങളിലും അതുപോലെ തന്നെ വസ്സുഹദി, അതുപോലെ തന്നെ ആത്മീയമായ സന്യാസമുറകളിലും എന്ന് പറഞ്ഞ പ്രപഞ്ചത്യാഗത്തിലും നമ്മൾ പറയില്ലേ തന്നെ എന്ത് ചെയ്യാ,
അതുപോലെ മഅരിഫത്തിന്റെ വിജ്ഞാനങ്ങളിലും ബഹ്റൻ സാഹിറൻ ലാ സാഹില ലഹു, തീരമില്ലാത്ത തിരമാലകൾ നിറഞ്ഞ കടലായിരുന്നു. മറുകരയില്ല കടല് ഞാനെന്നോവർ, മനുഷ്യൻ അറിയാത്ത വസ്തു ഞാനെന്നോവർ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞ വിജ്ഞാനങ്ങൾ പരിപൂർണമായിട്ട് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യക്ഷത്തിൽ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹുവിലെ ശരീഅത്ത് മികച്ചു നിന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്, മഹാനവറുകളെ കൂടുതലായിട്ട് എന്ത് ചെയ്യാത്തത്, ആരും എന്ത് ചെയ്യാത്തത്, എതിർക്കാത്തത്. എന്നാ ഇബ്നു അറബി തങ്ങളിൽ അങ്ങനെയല്ല, നേരെ എതിരായിരുന്നു. ശരീഅത്ത് ഉണ്ടായിരിക്കെ തന്നെ അവരിൽ എന്ത് മികച്ചു നിന്നു, ഹഖീഖത്തും മഅരിഫത്തും മികച്ചു നിന്നു. അതുകൊണ്ട് ആ വിജ്ഞാനങ്ങൾ കൂടുതലായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ ഇബ്നു അറബി തങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ബുദ്ധിക്കും നമ്മളുടെ ചിന്തക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലായി മാറി. അങ്ങനെ വന്നു കഴിഞ്ഞാല് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹു തഫ്രീഉൽ ഖാത്തിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാ മോനെ, എന്ത് ചെയ്യാ, നിനക്ക് അവരുടെ വാക്കിൽ നിന്ന് ശരീഅത്തിന് എതിരായി വരുന്ന വല്ല വാക്കുമായിട്ടാണ് തോന്നുന്നതെങ്കിൽ നീ എന്ത് ചെയ്യാ, നിഷ്പക്ഷത പാലിച്ച് നിലനിൽക്കണം കേട്ടോ. കാരണം അത് ഖുർആനിന്റെ ആഴങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആഴമുള്ള അർത്ഥമോ അല്ലെങ്കിൽ ഹദീസിന്റെ ആഴങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആഴമുള്ള അർത്ഥമോ ആയിരിക്കും. നിനക്ക് അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അംഗീകരിച്ചാൽ മതി, പക്ഷെ എതിർക്കാൻ പോകണ്ട എന്ന് മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഗൗസുൽ ആസം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം. ഇങ്ങനെ ആലിമീങ്ങൾ മുഴുവനും ഇനിയും അത്ഭുതപ്പെടുത്തുന്ന ലോകത്ത് പ്രസിദ്ധമായ, ഈ ശരീഅത്തിൽ പ്രസിദ്ധമായ ആളുകൾ തന്നെ ഇബ്നു അറബി തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുള്ളൂ. കാരണം ഇബ്നു അറബി തങ്ങളെ ഏറ്റവും ചുരുങ്ങിയത് എതിർക്കരുത് എന്ന് പറയുന്ന ഒരു മനസ്സ് നമ്മൾക്ക് പാകപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് കടക്കാം. ആ പാകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇബ്നു അറബി തങ്ങൾ പറയുന്നതൊക്കെ ഈ ഒരു കണ്ണോടുകൂടെ നമ്മൾക്ക് കാണുമ്പോൾ പുതിയ അറിവുകളും പുതിയ തിരിച്ചറിവുകളും പുതിയ കാഴ്ചപ്പാടുകളും നമ്മൾ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യും, വരും. ആ കാഴ്ചപ്പാടും ആ തിരിച്ചറിവും ശരീഅത്തിന് വിരുദ്ധമാകണം എന്നൊന്നും കേട്ടോ. ശരീഅത്തിന് വിരുദ്ധമായിട്ടും വരൂല എന്ന് മഹാനവറുകൾ എന്ത് ചെയ്യുന്നവർ പറയുന്നത്. ഇനി ശരീഅത്തിന് വിരുദ്ധമായിട്ടാണ് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ അതിനെ എടുക്കണ്ടോ എന്ന് വിചാരിച്ച് എതിർക്കാനും നിൽക്കണ്ട. തിരിഞ്ഞാ അത് അത്രേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും ഇബ്നു അറബിയെ സംബന്ധിച്ചും ഇനി നമ്മളുടെ ഉസ്താദുമാരായ ആളുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സിൽ പറയണം. അത് കഴിഞ്ഞ് ഇമാം ഷഹറാനി, കാരണം ഇനി ഇബ്നു അറബി തങ്ങളെ കുറിച്ച് ഇതുപോലെ ഒരു വ്യാഖ്യാനങ്ങൾ വിശദീകരിക്കാൻ നമുക്കൊരു വേദി ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് നമുക്ക് നോക്കാം, പറയാം, വായിക്കാം, കേൾക്കാം, മനസ്സിലാക്കാം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.